നമുക്കിന്ന് ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ളൊരു കണ്ടെയ്നർ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ചെടി നടുന്ന പോട്ട് തന്നെയാണ്, മണ്ണിൻ്റെ പോട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഫേസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ മിഡിലിൽ നമ്മളിപ്പോൾ നോസ് വെക്കേണ്ട ഏരിയയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. അവിടെ താഴേക്ക് അങ്ങ് വരയ്ക്കാം. അത് കറക്റ്റ് അളവെടുത്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അളവെടുത്തത്. അപ്പോൾ നമ്മൾക്ക് കണ്ണ്, മൂക്കും ചുണ്ടുമൊക്കെ വരച്ച് കൊടുക്കാം. പിന്നെ അത് നമ്മൾക്ക് ഞാൻ മൂക്കിന് വേണ്ടിയിട്ടൊരു തെർമോക്കോളിൻ്റെ പീസ് എടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്ത്, മൂക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പൊന്നുമല്ല, വെറുതെ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാർക്കർ പെൻ എടുത്തിട്ട് നമ്മൾക്ക് ചുണ്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇപ്പോൾ മാർക്കർ പെൻ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചാലും നമുക്കത് തെളിഞ്ഞ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ വരച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ആ ഫേസിൻ്റെ ഏരിയയിലേക്ക് ആദ്യം തന്നെ വൈറ്റ് അടിച്ചു കൊടുക്കാം. എന്തായാലും നമ്മൾ 2 കോട്ട് പെയിൻ്റ് അടിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം വൈറ്റ് അടിച്ചിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ മുകളിലേക്ക് സ്കിൻ കളർ അടിച്ചു കൊടുക്കാം. വൈറ്റ് അടിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ സ്കിൻ കളർ എടുക്കണം. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് റെഡും വൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ കളർ കിട്ടും. അതല്ലെങ്കിൽ ഇനി നമുക്കത് റെഡിമെയ്ഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, ബോട്ടിലിൽ ഫ്ലഷ് ടിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കളർ കിട്ടുന്നുണ്ട്. അതില്ലാന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് മിക്സ് ചെയ്തേക്കണേ. കുറച്ചും കൂടെ ലൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ലൈറ്റായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത്. പിന്നെ ഞാനിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹൈലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതൊരു പോട്ടിലേക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ദൂരേക്ക് ആണെങ്കിലും നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കുറച്ച് ഡാർക്കാക്കി എടുത്തതേ ഉള്ളൂ. ഇത് നമുക്കാണെങ്കിൽ 1-2 കോട്ട് അടിച്ചു കൊടുക്കാട്ടെ. പക്ഷേ ഇത് ഒരു കോട്ടിൽ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നു. ഇപ്പോൾ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു ചുണ്ട് വരച്ച് കൊടുത്തതൊക്കെ നമുക്ക് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നിന്നോളൂ. ഞാൻ ചുണ്ടിലേക്ക് റെഡ് കളർ, സാധാ റെഡ് തന്നെ എടുത്ത് നമ്മൾ ചെയ്യാണ്. പെയിൻ്റെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ചെയ്തത് ഒരു ക്യാൻവാസ് സ്റ്റിച്ചിങ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണണം കേട്ടോ. അത് നമുക്ക് ടൈം പാസിന് പറ്റിയൊരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. നമ്മൾ ഒന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ചുണ്ടിന് നമ്മൾ ഔട്ട്ലൈൻ ബ്ലാക്ക് കൊടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി സൈഡിൽ നമ്മൾക്ക് എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ഗ്രീൻ കൊടുക്കാം, അല്ലെങ്കിൽ മെറൂൺ, എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാവേ. നമ്മളുടെ അപ്പോൾ അത് വാളിന്, വീടിൻ്റെ ഉള്ളിൽ വെക്കാനായതുകൊണ്ട് വാളിന് മാച്ച് ചെയ്തിട്ടുള്ള കളറ് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാം. ഇനി നമ്മൾ ഗ്ലാസ് വെച്ച് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് ഞാനത് കണ്ണ് വരയ്ക്കാണ്ടിരുന്നത്. അപ്പോൾ ഗ്ലാസ് വയ്ക്കുമ്പോൾ ഇതിന് നമ്മൾക്ക് ഹോട്ട് ഗ്ലൂ വേണം എന്നില്ല. എനിക്ക് തോന്നുന്നു സൂപ്പർ ഗ്ലൂ ആണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് അവിടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് സ്റ്റിക്കായിട്ടിരുന്നോളൂ. ഞാൻ ഗ്ലാസ് വെക്കുന്നതിന് മുമ്പേ തന്നെ ഐബ്രോസ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയതാണ്. ഗ്ലാസ് വെക്കുന്നതിന് മുന്നേ ഐബ്രോസ് ചെയ്തിട്ട് ഗ്ലാസ് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക്, ഇങ്ങനെ ഒരു സ്കാർഫിൻ്റെ ഷേപ്പിലേക്ക് ഒരു തുണി കട്ട് ചെയ്തെടുത്ത്, ഏത് തുണിയാണെങ്കിലും കുഴപ്പമില്ല, കോട്ടൺ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് കുറച്ചൊരു സിൽക്ക് ടൈപ്പ് തുണിയാണ് കേട്ടോ. ഫെവിക്കോളും കുറച്ച് വെള്ളം ഇട്ടിട്ട്, അധികം വെള്ളം വേണ്ട, ഫെവിക്കോൾ തന്നെ കൂടുതലിരുന്നോട്ടെ, അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ ഏതായാലും മതി കേട്ടോ. ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല. എന്നിട്ട് അതിനൊന്ന് മുക്കിയെടുത്ത് പതുക്കെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു റിങ്, ചെറിയ റിങ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോണായിട്ട് പിടിച്ചിട്ട് തന്നെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കണ നമ്മുടെ ഫിംഗർ റിങ് തന്നെ ഏതെങ്കിലും അങ്ങനെയാണെങ്കിലും മതി. നമ്മളതിനെ മടക്കി അതിൻ്റെ മിഡിലെ റിങ് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതൊക്കെ മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എനിക്കൊരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് പിറ്റേ ദിവസം എടുത്താലും മതി, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി അതവിടെ സ്റ്റിക്കായിട്ടുണ്ട്, പക്ഷേ ഫെവിക്കോൾ ആയതുകൊണ്ട് ഇപ്പോൾ നനഞ്ഞൊക്കെ കഴിഞ്ഞാൽ അതങ്ങ് പോകും.
അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് അതിന് അവിടെയായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് പോകില്ല, അങ്ങനെ ഇരുന്നോളും. പോട്ടിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ എല്ലാവരും ഒത്തിരി പ്ലാന്റ്സ് വെക്കുന്നതാണല്ലോ, അപ്പോൾ അന്നേരം നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ, ഇപ്പോൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും നേരത്തെ, ഇപ്പോൾ ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്ലാന്റ്, നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.